രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇന്ന് അതിനിർണായക ദിവസമാണ്. അറസ്റ്റിനുള്ള വിലക്ക് പിൻവലിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അതിനിടയിൽ കേരള പോലീസിന്റെ ഒരു ഗതികേടിന്റെ കാഴ്ചയും കാണാനായി. 13 ദിവസം ദക്ഷിണേന്ത്യ മുഴുവൻ കറങ്ങി നടന്നിട്ടും ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ടായില്ല. വോട്ട് ചെയ്യാനെത്തിയ മാങ്കൂട്ടത്തിന് സല്യൂട്ടും അടിക്കേണ്ടി വന്നു. ഇപ്പോൾ അടൂരിലെ തന്റെ വീട്ടിൽ നിന്നും മാങ്കൂട്ടം പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് ഒറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. കാവലിരിക്കുകയാണെന്നും പറയാം. അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര പ്രദർശനത്തിനിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീടിന് പുറത്തിറങ്ങിയ രാഹുലിന് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞെത്തുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അഭിഭാഷകരെ കണ്ടിട്ടാണ് രാഹുൽ വീട്ടിലെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇതോടെ കാവലിലുള്ള പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പാഞ്ഞെത്തി. ഷാഡോ പോലീസ് സംഘമാണ് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിലുള്ളത്. രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനാൽ പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പോവുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു. അതേസമയം ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അന്വേഷണ സംഘം ഇതുവരെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും കോടതി തീരുമാനം വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. മറ്റു കാര്യങ്ങൾ പറയാനില്ലെന്ന് രാഹുൽ മാങ്കൂട്ടം കൂട്ടിച്ചേർത്തു. നേരത്തെ രാഹുലിനോട് പത്തനംതിട്ട ജില്ല വിട്ടുപോകരുതെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ 11-നാണ് പാലക്കാട് തിരിച്ചെത്തിയത്. ഇന്ന് രാഹുലിന്റെ 2 ബലാത്സംഗ കേസുകളും ഹൈക്കോടതി പരിഗണിക്കും. ഇതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞായിരിക്കും ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക. അതേസമയം രാഹുൽ തരംഗം അസ്തമിച്ചു എന്ന് വീമ്പ് പറഞ്ഞവർക്കൊക്കെ മികച്ച തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാലു കുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ വീണ്ടും ഒരു വട്ടം കൂടി നെഞ്ചും വിരിച്ചിറങ്ങുകയാണ്. രാഹുൽ തരംഗം ഇപ്പോഴും പാലക്കാടിന്റെ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന നഗരസഭയിൽ 52 വാർഡുകളിലെ അന്തിമ ഫലം വന്നപ്പോൾ BJP 27 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് 15 സീറ്റുകളും നേടി. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പാലക്കാട് നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡായിരുന്നു കുന്നത്തൂർമേട് നോർത്ത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം വാർഡാണ് കുന്നത്തൂർമേട് നോർത്ത്. ഈ നിർണായക വാർഡിൽ UDF സ്ഥാനാർത്ഥി പ്രക്ഷോഭിയം 397 വോട്ടുകൾ നേടി വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. പ്രിയ നേതാവിനെതിരെ പല കോണുകളിൽ നിന്ന് കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ രാഹുലിനും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വിജയം. രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടായിട്ടും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി പ്രചാരണ പരിപാടികൾ സജീവ സാന്നിധ്യമായിരുന്നു. രാഹുൽ വോട്ട് ചെയ്ത അതേ വാർഡ് UDF നിലനിർത്തുക മാത്രമല്ല, രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിൽ പ്രക്ഷോഭിയം വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. രാഹുൽ തരംഗമാണ് ഈ വിജയത്തിന് നിർണായക ഘടകമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന 2 കേസുകളിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാടെത്തി വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർച്ചയായി 3ാം തവണയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുമ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെക്കാൻ സാധിച്ചത്. നഗരസഭയിലെ പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജനവിധി രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവായി. BJP ഭരണം കൈയാളിയെങ്കിലും യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായ ശക്തമായ പ്രതിരോധം തീർക്കാൻ പാലക്കാട് നഗരസഭയിൽ UDFന് കഴിഞ്ഞിരിക്കുന്നു. 52 വാർഡുകളുള്ള നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് കുറവായിട്ടും BJP 25 സീറ്റുകൾ നേടി നഗരസഭ ഭരിക്കും. കഴിഞ്ഞ കൌൺസിലിൽ BJPക്ക് 28 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2015-ൽ അവർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ 24 സീറ്റുകളാണ് നേടിയിരുന്നത്. വിജയിച്ച നേതാക്കന്മാരെല്ലാം രാഹുലിനെ കാണാൻ MLA ഓഫീസിൽ എത്തിയിരുന്നു. രാഹുലിന് പിന്നാലെ പായുന്ന പോലീസ് ഗതികേട് കാണാം. കയ്യിലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരുതുന്ന പ്ലാൻ